നമസ്കാരം, എന്റെ പേര് സ്മിത ഹരിദാസ്. ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയാണ്. പ്രാക്ടിക്കൽ ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എക്സ്പെരിമെന്റ് കോൺവെക്സ് മിറർ. റിഫ്ലക്റ്റിംഗ് സർഫസ് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന മിററിനെയാണ് കോൺവെക്സ് മിറർ എന്ന് പറയുന്നത്. കോൺവെക്സ് മിററിന്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. കോൺവെക്സ് മിറർ ആയാലും കോൺകേവ് ലെൻസ് ആയാലും ഡൈവേർജിംഗ് ആണ്. അതായത് ഒരു പോയിന്റിൽ നിന്നും ആ പോയിന്റ് അറിയപ്പെടുന്നത് പ്രിൻസിപ്പൽ ഫോക്കസ് എന്നാണ്. പ്രിൻസിപ്പൽ ഫോക്കസിൽ നിന്നും ലൈറ്റ് റേസ് ഡൈവേർജ് ചെയ്തു പോകുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൺവേർജിംഗ് ലെൻസ് ആയിട്ടുള്ള കോൺവെക്സ് ലെൻസ് കൂടി ഉപയോഗിച്ചിട്ടാണ് കോൺവെക്സ് മിററിലും കോൺകേവ് ലെൻസിലും ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കോൺവെക്സ് മിററിന്റെ ഫോക്കൽ ലെങ്ത് കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. പരീക്ഷയ്ക്ക് കോൺവെക്സ് മിറർ ചോദിക്കുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എഴുതി കൊടുക്കേണ്ടത് അതാണ് ബോർഡിൽ കാണിച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ചോളൂ. കോൺവെക്സ് മിറർ ആയാലും കോൺകേവ് മിറർ ആയാലും ഏത് സ്ഫെറിക്കൽ സർഫസിന്റെ ഭാഗമായിട്ടാണോ ഉണ്ടാവുക ആ സ്ഫെറിക്കൽ സർഫസിന്റെ പോള് മുതല് സെന്റർ ഓഫ് ദി സ്ഫെറിക്കൽ സർഫസ് സി വരെയുള്ള ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് റേഡിയസ് ഓഫ് കർവേച്ചർ. ഇതാണ് പ്രിൻസിപ്പൽ ഫോക്കസ് എഫ് എന്ന് പറയുന്നത്. റേഡിയസ് ഓഫ് കർവേച്ചറും പ്രിൻസിപ്പൽ ഫോക്കസ് എഫും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് R equal to 2F. അതിൽ നിന്നും F equal to R/2. ഇതാണ് കോൺവെക്സ് മിററിന്റെ പ്രിൻസിപ്പൽ. അത് എയിം എഴുതണം. ടു ഫൈൻഡ് ദി ഫോക്കൽ ലെങ്ത് ഓഫ് ദി കോൺവെക്സ് മിറർ. ഇത് റേ ഡയഗ്രം ആണ്. റേ ഡയഗ്രം എക്സ്പെരിമെന്റ് ചെയ്തതിന് ശേഷം എക്സ്പ്ലെയിൻ ചെയ്യുകയായിരിക്കും ഉചിതം. അപ്പോഴേ മനസ്സിലാവുകയുള്ളൂ. ടാബ്ലർ കോളത്തില് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചാൽ മതിയാവും. ആറും എഫും, റേഡിയസ് ഓഫ് കർവേച്ചറും ഫോക്കൽ ലെങ്തും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. പിന്നെ ഫോക്കൽ ലെങ്ത് ഓഫ് ദി കോൺവെക്സ് മിറർ അതിന്റെ വാല്യൂ എത്രയാണെന്നുള്ളത് SI യൂണിറ്റിലും എഴുതി കാണിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് എഴുതി കാണിക്കാനുള്ളത്. ആദ്യം ഒരു കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് UV മെത്തേഡിൽ സ്ക്രീനിൽ ക്ലിയർ ഇമേജ് ഫോം ചെയ്യിക്കുക. ക്ലിയർ ഇമേജ് ആണ് ഫോം ചെയ്തിരിക്കുന്നത്. അതിനുശേഷം സ്ക്രീനിൻ്റെ സെയിം ലെവലിൽ വരത്തക്ക രീതിയിലായിരിക്കണം ഓബ്ജക്റ്റ് ഉണ്ടാവേണ്ടത്. ഇപ്പം ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇലൂമിനേറ്റഡ് ഓബ്ജക്റ്റും ഫൈനൽ ഇമേജ് പതിപ്പിക്കാനുള്ള സ്ക്രീനും സെയിം ഹൊറിസോണ്ടൽ ലെവലിലാണുള്ളത്. ഇനി ചെയ്യേണ്ടത് കോൺവെക്സ് ലെൻസിനും ആദ്യത്തെ ഇമേജ് ഫോം ചെയ്ത സ്ക്രീനിനും ഇടയിൽ കോൺവെക്സ് മിറർ വെക്കുകയാണ്. കോൺവെക്സ് മിററിൻ്റെ പൊസിഷൻ ചെറുതായി അഡ്ജസ്റ്റ് ചെയ്ത് സ്ക്രീനിൽ ക്ലിയർ ഇമേജ് ഫോം ചെയ്യിക്കുക. കണ്ടോ, സ്ക്രീനിൽ ക്ലിയർ ഇമേജ് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കോൺവെക്സ് മിററും ആദ്യത്തെ ഇമേജ് ഫോം ചെയ്ത സ്ക്രീനും ഇടയിലുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും. അതിൻ്റെ പകുതിയായിരിക്കും ഫോക്കൽ ലെങ്ത്. നമ്മുടെ കോൺവെക്സ് മിററിൻ്റെ ഫോക്കൽ ലെങ്ത് എത്രയാണെന്ന് കാണിച്ചു തരാം. ഇവിടെ സ്ക്രീനിനും അതുപോലെ കോൺവെക്സ് മിററിനും ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 13 സെന്റിമീറ്റർ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചർ 13 സെന്റിമീറ്റർ ആണ്. അതിൻ്റെ പകുതിയായിരിക്കും ഫോക്കൽ ലെങ്ത്. Aim to find the focal length of a convex mirror using a convex lens. Materials required. To do the experiment, we require the following materials: illuminated wire gauze, screens,
convex lens, meter scale, convex mirror and stands. Procedure: place a stand in front of the wire gauze. Take a convex lens of known focal length. Fix it to the stand placed in front of the wire gauze, facing the wire gauze. Place a convex lens at a fixed distance, say 30 centimeters away from the wire gauze. It is taken as U. Place a screen at the other side of the lens so that the wire gauze, lens and screen are in a straight line. Switch on the light source so that the light passes through the lens and falls on the screen. Adjust the position of the screen so that a clear image of the wire gauze is formed on the screen. Measure the distance between the convex lens and the wire gauze. It is taken as V. Place another stand between the convex lens and the screen and fix the given convex mirror to the stand with its reflecting face facing the wire gauze. Place another screen side by side with the wire gauze. Switch on the light source and adjust the mirror so that a clear image of the wire gauze is formed on the screen placed side by side with the wire gauze. Measure the distance between the mirror and first screen and take as the radius of curvature of the mirror R. Record the values in the tabular column. Remove the convex mirror. Adjust the convex lens so that the distance between the lens and the wire gauze is 28 centimeters. Adjust the screen so that a clear image of the wire gauze is obtained on the screen. Measure the distance between the lens and the screen. Place the convex mirror in between the convex lens and the screen. Adjust the mirror so that a clear image of the wire gauze is formed on the screen, placed side by side with the wire gauze. Measure the distance between the mirror and first screen, that is radius of curvature of the mirror. Record the values in the tabular column. Remove the convex mirror. Adjust the convex lens so that the distance between the lens and the wire gauze is 26 centimeters. Adjust the screen so that a clear image of the wire gauze is obtained on the screen. Measure the distance between the lens and the screen. Place the convex mirror in between the convex lens and the screen. Adjust the mirror so that a clear image of the wire gauze is formed on the screen, placed side by side with the wire gauze. Measure the distance between the mirror and the first screen, that is radius of curvature of the mirror. Record the values in the tabular column and repeat the experiments for other values of U. The focal length of the given convex lens is the average of R by 2. കോൺവെക്സ് മിററിനെ കുറിച്ച് പറഞ്ഞു തന്ന കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കോൺവെക്സ് മിററിന്റെ ആപ്ലിക്കേഷൻ ഉള്ളത് വാഹനങ്ങളുടെ റിയർ വ്യൂ മിററിൽ ആണ്. അതുപോലെ സ്ട്രീറ്റ് ലാമ്പുകളുടെ റിഫ്ലക്ടറുകളിലും ഉപയോഗിക്കുന്നുണ്ട്. രണ്ട് ആപ്ലിക്കേഷൻ ജസ്റ്റ് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു എക്സ്പെരിമെന്റുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.